വെൽക്കം ടു ടെക്നിക്ക്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ടോപ്പിക് തിയറി ഓഫ് കമ്പ്യൂട്ടേഷന്റെ നെക്സ്റ്റ് ടോപ്പിക്കായ റെഗുലർ ലാംഗ്വേജസ് ആണ്. റെഗുലർ ലാംഗ്വേജസ് എല്ലാ ഡി എഫ് ഐക്കും കറസ്പോണ്ടിംഗ്ലി അക്സെപ്റ്റബിൾ ആയിരിക്കുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. സോ അപ്പം ഏതൊരു ഡി എഫ് ഐ വരച്ചാലും അതിന്റെ കറസ്പോണ്ടിങ് ഒരു ലാംഗ്വേജ് ആണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഡി എഫ് ഐയും അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ ലാംഗ്വേജസിനെയും അപ്പോൾ സെറ്റ് ഓഫ് ഓൾ languages accepted by the DFA. Set of all languages accepted by all DFA. ആ ലാംഗ്വേജിനെ എല്ലാം കൂടെ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ലാംഗ്വേജസിനെ എല്ലാം കൂടെ നമ്മളൊരു ഫാമിലി എന്ന് പറയുന്നു. ഫാമിലി ഓഫ് ലാംഗ്വേജസ്. സോ ഫാമിലി ഓഫ് ദോസ് ലാംഗ്വേജസ് അക്സെപ്റ്റഡ് ബൈ എ DFA. ആ ഒരു ഫാമിലി ഓഫ് ലാംഗ്വേജസിനെ അക്സെപ്റ്റഡ് ബൈ DFA അക്സെപ്റ്റ് ചെയ്യുന്ന ഫാമിലി ഓഫ് ലാംഗ്വേജസിനെ നമ്മൾ ഒരൊറ്റ ക്ലാസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് വി കോൾ ദം റെഗുലർ ലാംഗ്വേജ്, RL. റെഗുലർ ലാംഗ്വേജ് എന്നാണ് നമ്മൾ അങ്ങനെയുള്ള ആ ക്ലാസ് ഓഫ് ലാംഗ്വേജസിനെ വിളിക്കുന്നത്. നൗ ലാംഗ്വേജ് L, അപ്പോൾ given a language L is said to be regular if and only if there exists some DFA. ഇതിനൊരു there exists some DFA, ഒരു DFA ഉണ്ടായിരിക്കണം. ഈ ഈ DFA സപ്പോസ് അത് M എന്ന് പറഞ്ഞ DFA ആണെങ്കിൽ സെറ്റ് ദാറ്റ് L-നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു DFA ഉണ്ടായിരിക്കണം. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഇക്വേഷൻസോ എന്തെങ്കിലും ഒരു ഫോമാറ്റ് തന്നിട്ട് ഇതൊരു റെഗുലർ ലാംഗ്വേജ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ. അത് നമ്മൾ ചെയ്യേണ്ടത് ഒരു കറസ്പോണ്ടിങ് DFA വരയ്ക്കുക എന്നത് തന്നെയാണ്. സോ ഒരു കറസ്പോണ്ടിങ് DFA വരച്ചാൽ നമുക്കത് റെഗുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ റെഗുലർ ലാംഗ്വേജസിന് എല്ലാം ഏതൊരു സെറ്റ് ഓഫ് ലാംഗ്വേജും ഇതിനൊരു കറസ്പോണ്ടിങ് DFA ഉണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് ലാംഗ്വേജ് ഒരു റെഗുലർ ലാംഗ്വേജ് ആണ്. ഇനി നമുക്ക് കുറച്ച് DFAയുടെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അപ്പോൾ ഇതിലും നമുക്ക് കവർ ചെയ്യേണ്ടത്. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് റെഗുലർ ലാംഗ്വേജ്. 1-2 എക്സാമ്പിളിലൂടെ നോക്കാം എങ്ങനെയാണ് വരുക എന്ന്. അതായത് DFA വരയ്ക്കുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ തന്നെ പ്രൂവ് ഇറ്റ് ഈസ് എ റെഗുലർ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു DFA വരച്ചിട്ട് കാണിച്ചാൽ മതിയാകും എന്നുള്ളതാണ്. സോ നമ്മളിനി ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് വൺ, ഷോ ദ ലാംഗ്വേജ് AB A⁻²n BA is a regular. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. കറസ്പോണ്ടിങ് ഒരു DFA വരച്ചാൽ നമുക്കത് പ്രൂവ് ചെയ്യാം. സോ ഫസ്റ്റ് തിങ്, ഇതിലെ ബേസ് ആയിട്ടുള്ള ഒരു സ്ട്രിങ് നമ്മൾ എഴുതി നോക്കാൻ പോവാണ്. ബേസ് സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലാംഗ്വേജിലെ ബേസ് സ്ട്രിങ് എന്ന് പറയുമ്പോൾ n greater than equal to 1 ആണ്. സോ n1 വരുന്ന കേസിൽ AB AA BA. ഇനി n2 വരുന്ന കേസിലാവുമ്പോൾ AB Aയുടെ 2 റെപ്പിറ്റീഷൻസ് വീതമായിരിക്കും വന്നുകൊണ്ടിരിക്കുക. സോ ബേസിക്കലി അതിനെ എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. എല്ലാത്തിനും സ്റ്റേറ്റ് ഒന്നും റെപ്രസെന്റ് ചെയ്യണം. അതായത് ഇപ്പൊ Q0 A, Q1 B, Q2 AA മാൻഡേറ്ററി ആണ്. AA മാൻഡേറ്ററി വരുന്ന കേസിൽ ഞാനപ്പോൾ Q3 A, Q4 പിന്നെ BA B, Q5 A, Q6. ഇത് ഫൈനൽ സ്റ്റേറ്റ്. ഇനി ഇതില് ABക്കും BAക്കും ചേഞ്ച് ഇല്ല. അതാ ഇവിടം വരെയും ഇവിടുന്ന് ഇങ്ങോട്ട് ഇത്രയും ചേഞ്ച് ഇല്ല. ഇനി വരുന്നത് A 2ന്റെ റെപ്പിറ്റേഷൻസ് ആയിട്ടാണ്. അപ്പൊ അടുത്തത് വരുമ്പോൾ AB AA. ഇവിടെ ഒരു എയും കൂടെ വന്നാൽ പുറകെ ഒരു എയും കൂടെ വരണം. അതിന് നമ്മൾക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്താൽ മതി. ഒരു എ വന്നാൽ ഇവിടെ അഡീഷണലി ഒരു തേർഡ് എ വന്നാൽ 4 എണ്ണം പുറകെ വരണം. 5 വന്നാൽ 6 പുറകെ വരണം. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ ബേസിക് സ്ട്രിങ്ങിന്റെ ഇഷ്യൂ കഴിഞ്ഞു. ഇതില് ആൽഫബറ്റ്സ് വന്നിട്ട് എയും ബിയും ആണ്. അപ്പൊ ഇതിലെ ആൽഫബറ്റിൽ ഇവിടെ എന്തൊക്കെ മിസ്സിംഗ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. സോ ഇവിടെ ബി പെർമിറ്റഡ് അല്ല. ക്യൂ ട്രാപ്പ് ചെയ്യേണ്ട കേസുകൾ ഇവിടെ ബി പെർമിറ്റഡ് അല്ല, ഇതിൽ എ പെർമിറ്റഡ് അല്ല, ഇവിടെ ബി ഇനി വരാൻ പാടില്ല, അപ്പോൾ ബി ഇല്ല. സെയിം വേ ഇവിടെയും ബി വരാൻ പാടില്ല,
ഇവിടെ ബിയും എയും ഓൾറെഡി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഇല്ല. ഇനി ഇവിടെ ഒരു ബിയും കൂടെ വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ബി എ എന്ന് സ്പെസിഫിക്കലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ബിയും ഇവിടെ വരാൻ പാടില്ല. ഇത് കഴിഞ്ഞാലും ഒരു ബി എ ഒന്നും വരാനില്ല. എ ആണെങ്കിലും ബി ആണെങ്കിലും ഇനി വരാൻ പാടില്ല. സോ എയോ ബിയോ ട്രാപ്പ് ചെയ്യാം. ക്യൂ ട്രാപ്പിൽ എയോ ബിയോ വന്നാൽ അത് ട്രാപ്പ് ചെയ്യാം. ഇങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ സെക്കൻഡ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആൽഫബറ്റ് എയോ ബിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ഡി എഫ് എ ഇനി പറഞ്ഞിരിക്കുന്ന 4 ഡി എഫ് എസ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് കറസ്പോണ്ടിങ് 4 ഡി എഫ് എസ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ആൽഫബറ്റ് ആസ് നോൺ ആസ് വി ഓൾ നോ ഇറ്റ് ഇസ് എ ആൻഡ് ബി. കറസ്പോണ്ട് ഡി എഫ് എ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓൾ സ്ട്രിങ്സ് ഓഫ് ഈവൻ ലെങ്ത്. ഇപ്പോൾ എ ആണോ ബി ആണോ എന്നുള്ളതൊന്നും സ്പെസിഫിക്കലി നോക്കേണ്ടതില്ല. ഓൾ സ്ട്രിങ്സ് ഓഫ് ഈവൻ ലെങ്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ സ്ട്രിങ്സ് ഓഫ് ഈവൻ ലെങ്ത്. അപ്പോൾ Q0യിൽ സ്റ്റാർട്ട് ചെയ്ത് ഈവൻ എന്ന് പറയുമ്പോൾ നമ്മൾ സീറോയെയും ഈവൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇനീഷ്യൽ സ്റ്റേറ്റ് തന്നെ ഫൈനൽ സ്റ്റേറ്റ്. ഇനി ഈവൻ ലെങ്ത് എന്ന് പറയുമ്പോൾ 2 4 6 8 എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ 2 എ വന്നാലും ബി വന്നാലും കുഴപ്പമില്ല. ഇവിടെയും എ വന്നാലും ബി വന്നാലും കുഴപ്പമില്ല. സോ ഇതാണ് ഓൾ സ്ട്രിങ്സ് ഓഫ് ഈവൻ ലെങ്ത്. ചെക്ക് ചെയ്ത് നോക്കുക. എ മാത്രമായിട്ട് വന്നാൽ അത് ഓഡ് ലെങ്ത് ആണ്. എ മാത്രം വന്നാൽ അത് ഫൈനൽ സ്റ്റേറ്റിലുള്ള പുറകെ എന്തെങ്കിലും വന്നാൽ മാത്രമേ അത് തിരിച്ചു വരുള്ളൂ. ഇതാണ് ആദ്യത്തേതിന്റെ. നെക്സ്റ്റ് വൺ, ഓൾ സ്ട്രിങ്സ് ഓഫ് ലെങ്ത് ഗ്രേറ്റർ ദാൻ 5. അപ്പൊ മിനിമം ലെങ്ത് 5 വരുന്ന ഗ്രേറ്റർ ദാൻ 5 ആണ്. സോ 5 പറ്റില്ല, നമ്മൾ 6 തന്നെ കൺസിഡർ ചെയ്യുന്ന കേസാണ് ഇവിടെ പറയുന്നത്. സോ Q0 എയോ ബിയോ എന്നൊന്നും സ്പെസിഫിക്കേഷൻ ഇല്ല. അതുകൊണ്ട് Q1 എയോ ബിയോ, Q2 എ ബി, Q3 Q4 എ അല്ലെങ്കിൽ ബി 4 എണ്ണായി, Q5 5ആയി. ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുമ്പോൾ 6 എണ്ണമെങ്കിലും മിനിമം വേണം എന്നുള്ളതാണ്. 6. ഇനി ഇപ്പൊ ഇത് 1 2 3 4 5 6 ആയി, ഗ്രേറ്റർ ദാൻ 5 ആയി. ഇനി എത്ര ഒക്കറൻസ് വേണേലും വരാം. സോ ഇവിടെ എ അല്ലെങ്കിൽ ബി എന്നുള്ള ഒക്കറൻസ്. തേർഡ് ക്വസ്റ്റ്യൻ സി. ക്വസ്റ്റ്യൻ സി, ഓൾ സ്ട്രിങ്സ് വിത്ത് ഈവൻ നമ്പർ ഓഫ് എസ്. ഇതും ഈസിയാണ്. ഈവൻ നമ്പർ ആയതുകൊണ്ട് ഇനീഷ്യലി തന്നെ നമ്മൾ കൊടുക്കുന്നു. ഒരു എ വന്നു കഴിഞ്ഞാൽ ഒരു എയും കൂടെ വന്നിരിക്കണം. ബിക്ക് കണക്കൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബി നമുക്ക് എത്ര വേണമെങ്കിൽ കൊടുക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ സ്ട്രിങ്സ് വിത്ത് ഈവൻ നമ്പർ ഓഫ് എസ് ആൻഡ് ഓഡ് നമ്പർ ഓഫ് ബീസ്. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ഇതുവരെ ചെയ്യാത്തതാണ്. അതായത് ഇതൊരു കോമ്പിനേഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ആ രണ്ടിലെ അത് കോമ്പിനേഷൻ ഇൻ ദ സെൻസ് 2 ഡി എഫ് എ കമ്പൈൻ ചെയ്യാണ് ചെയ്തിരിക്കുന്നവർ. ഓർ അല്ലെങ്കിൽ ഒരു ആൻഡ് എന്ന ഒരു നൊട്ടേഷൻ യൂസ് ചെയ്ത്, അതായത് ഒരു ലോജിക് ഗേറ്റ് പോലെ യൂസ് ചെയ്തിട്ടാണ് അവരത്, ലോജിക്കൽ ഓപ്പറേഷൻ യൂസ് ചെയ്താണ് അവർ ഇതിൽ ആൻഡ് എന്നുള്ള ലോജിക്കൽ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ഈവൻ നമ്പർ ഓഫ് എസിനെയും ഓഡ് നമ്പർ ഓഫ് ബീസിനെയും കമ്പൈൻ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് വി ഹാവ് ടു ഡു, ഇങ്ങനത്തെ കേസുകളിൽ നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ആദ്യം വരയ്ക്കണം. സോ ഫസ്റ്റ് ഞാൻ ഈവൻ നമ്പർ ഓഫ് എസ് വരയ്ക്കാൻ പോവുകയാണ്. ഈവൻ നമ്പർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ Q0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈവൻ ആയതുകൊണ്ട് ഇത് തന്നെ ഫൈനൽ സ്റ്റേറ്റ് ആക്കുന്നു. Q1 ഈവൻ നമ്പർ ഓഫ് എസ് ആൻഡ് നമ്പർ ഓഫ് ബീസ് ഹിയർ എത്ര വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. സോ നമ്പർ ഓഫ് ബീസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഗോയിങ് ടു ഡു ആൻഡ് ബിറ്റ്വീൻ ഓഡ് നമ്പർ ഓഫ് ബീസ്. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് ഓഡ് നമ്പർ ഓഫ് ബീസ്. ഞാൻ ഇതിനെ വേറൊരു നമ്പർ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഓഡ് നമ്പർ ഓഫ് ബീസ് Q2 Q3 ഓഡ് നമ്പർ ആൻഡ് ഇതാണ് കറസ്പോണ്ടിങ് ബി ഓഡ് നമ്പറിലും എ എത്ര വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ കമ്പൈൻ ചെയ്യാൻ പോകുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുന്ന പോലെയാണ്. അതായത് Q0നെ നെക്സ്റ്റ് ഡി എഫ് എയുടെ 2 സ്റ്റേറ്റിലേക്കും മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ. സോ പുതിയ ഡി എഫ് എ വരയ്ക്കുന്നതിന്റെ സ്റ്റേറ്റ്സ് വന്നിട്ട് Q02 Q03. സെയിം വേ Q1നെ Q12 Q13. ഇനി ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഓൾ സ്ട്രിങ്സ് വിത്ത് ഈവൻ നമ്പർ ഓഫ് എസ് ആൻഡ് ആണ്. സോ ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത എന്താണ്? ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഹൈ ആകുന്ന കണ്ടീഷനിൽ 2 ഇൻപുട്ടും ഹൈ ആയിരിക്കണം. സോ സെയിം വേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ അകത്ത് ഇനീഷ്യൽ സ്റ്റേറ്റിന് ചേഞ്ച് ഇല്ല. രണ്ടിന്റെയും ഇനീഷ്യൽ സ്റ്റേറ്റ് ഡിനോട്ട് ചെയ്യുന്ന നമ്പർ
അതായത് 0യും 2ഉം കമ്പൈൻ ആയി വരുന്ന നമ്പർ ആയിരിക്കും. കാരണം ഇത് രണ്ടുമാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇതിന്റെയും ഇനീഷ്യൽ സ്റ്റേറ്റ്. ഫൈനൽ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഇഷ്യൂ. ആൻഡ് ആയതുകൊണ്ട് രണ്ട് DFAയുടെയും ഫൈനൽ ഗേറ്റ് കോമൺ ആയി വരുന്നത് ഏത് സ്റ്റേറ്റിലാണോ അതായിരിക്കും ഫൈനൽ സ്റ്റേറ്റ്. ദാറ്റ് മീൻസ് ഇവിടെ 0യും ഇവിടെ 3യും ടുഗദർ വരുന്നു ആൻഡ് ആയതുകൊണ്ട്. ഇനിയും ഒരുമിച്ച് വരുന്ന Q03 ആയിരിക്കും ഫൈനൽ സ്റ്റേറ്റ്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് തമ്മിൽ എങ്ങനെയാണ് ട്രാൻസിഷൻ വരയ്ക്കേണ്ടതെന്നാണ്. സി Q0യിൽ നിന്ന് A റീഡ് ചെയ്താൽ Q1ലേക്ക് പോകുന്നു. Q0യിൽ നിന്ന് A റീഡ് ചെയ്താൽ Q1ലേക്ക് പോകുന്നു. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കോമൺ ആയിട്ടുള്ള സഫിക്സ്, അതായത് 0, 1 ഇതും 0യും 1ഉം ആണ്. ഇത് 2ഉം ഇത് 3യും ആണ്. അപ്പൊ അതിലേക്കല്ല നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. Q0യും Q1ഉം 2 കോമൺ ആണ്. അപ്പൊ Q0, Q12 നമ്മൾ വരയ്ക്കുന്നു. അതായത് ഇത് നമ്മൾ വരച്ചു. സെക്കൻഡ് തിങ് അതുപോലെ തന്നെ Q1ൽ നിന്ന് Q0യിലേക്ക് കോമൺ സഫിക്സിനെ വെച്ചിട്ട് നമ്മൾ അതിനെ വരയ്ക്കുന്നു. അപ്പൊ അതും നമ്മൾ അതും വരച്ചു. സെയിം പാറ്റേൺ ആണ്. അപ്പൊ 0 ഇത് ഇനി വരച്ചാൽ അത് തന്നെയാണ് നമുക്ക് ഇവിടെ ഒന്നുകൂടെ വരക്കാം. കാരണം 0യിൽ നിന്ന് 1ലേക്കാണ് കോമൺ സഫിക്സ് ക്രിയേറ്റ്. സോ നമ്മളിപ്പോ വരച്ച സെയിം തന്നെയാണ് ഇവിടെയും കൺസിഡർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതെന്ന് പറയുമ്പോൾ ബി വരയ്ക്കണം. ബി നമുക്ക് ഇതിൽ നിന്ന് വരയ്ക്കാം. 2ൽ നിന്ന് 3യിലേക്കാണ് ബി. അപ്പോ ഇവിടെ സഫിക്സ് കോമൺ ആക്കി വെക്കണം. 0യും 0യും കോമൺ. 2ൽ നിന്ന് 3യിലേക്ക് സെയിം വേ തന്നെയാണ് ഇവിടെ 2ൽ നിന്ന് 3യിലേക്ക് ബി. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഔട്ട്കം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഈവൻ നമ്പർ ഓഫ് ഏജ് ആൻഡ് ഓഡ് നമ്പർ ഓഫ് ബി, അല്ലെങ്കിൽ ഈവൻ നമ്പർ ഓഫ് ബി, ഓഡ് നമ്പർ ഓഫ് ഇത്. ഇതിൽ ഒരു ക്വസ്റ്റ്യന്റെ വെറൈറ്റിയും കൂടെ വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻഡിന് പകരം ചോദിക്കാം. ഇവിടെ അതായത് ഈ ക്വസ്റ്റ്യന്റെ ഇവിടെ ഈ ആൻഡിന് പകരം ക്വസ്റ്റ്യൻ ഓർ എന്നാവാൻ. ഓർ ആണെങ്കിൽ ഒറ്റ വ്യത്യാസം ഈ ക്വസ്റ്റ്യനിൽ വരുത്താനുള്ളൂ. ഓറിന്റെ ലോജിക്കൽ ഓപ്പറേഷൻ എങ്ങനെയാണ്? ഏതെങ്കിലും ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആകും എന്നുള്ള കണ്ടീഷനാണ്. ഇവിടെ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് Q0യും Q3യും. 0യോ 3യോ എവിടെയെങ്കിലും വരുന്ന സ്റ്റേറ്റുകളെല്ലാം ഫൈനൽ സ്റ്റേറ്റ് ആവും ഓർ ആകുമ്പോൾ. സോ ഇതിൽ 0 വന്നിട്ടുണ്ട്. സോ ഇതും ഫൈനൽ സ്റ്റേറ്റ് ആകും. 1ഉം 2ഉം ഇതിലെ ഫൈനൽ സ്റ്റേറ്റ് അല്ല. Q13 3 വന്നിട്ടുണ്ട്. ഇതും ഫൈനൽ സ്റ്റേറ്റ് ആവും. ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്. ഇതുപോലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും വരാം. സപ്പോസ് നമ്പർ ഓഫ് ഓൾ സ്ട്രിങ്സ് വിത്ത് നമ്പർ ഓഫ് എസ് ഡിവിസിബിൾ ബൈ 2 ഓർ നമ്പർ ഓഫ് ബീസ് ഡിവിസിബിൾ ബൈ 3 അങ്ങനെയുള്ള കേസസ്. ആകെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ DFA പോയിന്റ് ചെയ്യുന്ന ഒരു ആൽഫബറ്റിനെ ആണെങ്കിൽ രണ്ടാമത്തെ DFA പോയിന്റ് ചെയ്യുന്നത് മറ്റൊരു ആൽഫബറ്റിനെ ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സോ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു തുടങ്ങാം. ഇതിന്റെ നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇവിടെ മുതൽ എപ്സിലോൺ എ DFA ഓൾ സ്ട്രിങ്സ് എക്സാക്ട്ലി 1A. ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ ഐ തിങ്ക് നമ്മൾ ഇത് ഓൾറെഡി ചെയ്തു എന്ന് തോന്നുന്നു. എക്സാക്ട്ലി 1A എന്ന് പറയുമ്പോൾ ഒറ്റ എ മാത്രമേ ഉള്ളൂ. പിന്നെ എ വന്നാൽ അത് നമ്മൾ പെർമിറ്റ് ചെയ്യില്ല, ക്യൂ ട്രാപ്പിലേക്ക് കൊടുക്കും. ബി എത്ര വേണമെങ്കിലും നമുക്ക് വരാം. സോ ബി ഇവിടെ എത്ര വേണമെങ്കിലും വരാം, ഇവിടെ വേണമെങ്കിലും ബി എത്ര വേണമെങ്കിലും വരാം. ട്രാപ്പിലാണെങ്കിലും എ ആൻഡ് ബി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. സോ ഇതാണ് എക്സാക്ട്ലി 1A മാത്രമുള്ളത്. എത്ര ബി വേണമെങ്കിലും എവിടെയാണെങ്കിലും വരുന്നത്. നെക്സ്റ്റ് ഓൾ സ്ട്രിങ്സ് വിത്ത് അറ്റ്ലീസ്റ്റ് 2A's. അറ്റ്ലീസ്റ്റ് 2A മിനിമം 2A's വരുന്ന കേസിൽ സംവാട്ട് സെയിം തന്നെ 2A വരുന്ന കേസ് 2A വരുന്നു. അപ്പൊ ഇതിലും ബി എത്ര വേണമെങ്കിലും പെർമിസിബിൾ ആണ്. ബിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് 2A മിനിമം 2A's വരുന്ന കണ്ടീഷൻ. ഇനി നോ മോർ ദാൻ 2A's. നമ്മൾ പറഞ്ഞതുപോലെ ഒരു നെഗേഷൻ കേസ് ആണ്. നോ മോർ ദാൻ 2A's. സോ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് മോർ ദാൻ 2A's വരയ്ക്കും. മോർ ദാൻ 2A's എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. മോർ ദാൻ 2A's 3 ആണ് അപ്പം മിനിമം വരുന്നത്. ഇതാണ് 3 വരുന്നു. മോർ ദാൻ 2A's 3 വരുന്നു. ഇനി ബി എത്ര വേണമെങ്കിലും വരാവുന്ന കണ്ടീഷൻ ഇവിടെ എ ഓർ ബി ആണ്. ഇതിന്റെ നെഗേഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ നെഗേഷൻ എങ്ങനെയാണ് വരച്ചുകൊണ്ടിരുന്നത്? ഫൈനൽ സ്റ്റേറ്റ്സ് എല്ലാം നോൺ ഫൈനൽ സ്റ്റേറ്റ് എല്ലാം ഫൈനലും ആകുന്ന കേസ്. സോ ഞാൻ അതിന്റെ നെഗേഷൻ വരയ്ക്കുകയാണ്. ദിസ് വൺ ഇതൊരു Q0 അത് ഫൈനൽ സ്റ്റേറ്റ് ആവും. ബി വരുന്നത്. നെക്സ്റ്റ് എ ഇതും ഒരു ഫൈനൽ സ്റ്റേറ്റ് ആവും. Q1 Q2 ഫൈനൽ സ്റ്റേറ്റ് ആവും. Q3 മാത്രം ഫൈനൽ സ്റ്റേറ്റ് അല്ലാണ്ടും ആവും. അപ്പൊ ഇതെല്ലാം എ, പിന്നെ ബി, എ ഓർ ബി. ഇപ്പൊ ഈ വരച്ചതിന്റെ നേരെ
ഇന്റർചേഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. ഫൈനൽ ആൻഡ് നോൺ ഫൈനൽ സ്റ്റേറ്റ്സിനെ ഇന്റർചേഞ്ച് ചെയ്ത് വരച്ച കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഓൾ സ്ട്രിങ്സ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 ബി ആൻഡ് എക്സാക്ട്ലി 2 എസ്. സോ ആൻഡ് വരുന്നു, ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അറ്റ്ലീസ്റ്റ് 1 ബി ആൻഡ് എക്സാക്ട്ലി 2 എസ് ഒന്ന് വരയ്ക്കാം. അറ്റ്ലീസ്റ്റ് 1 ബി, അറ്റ്ലീസ്റ്റ് 1 ബി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും കണ്ടീഷൻ വന്നിട്ട് ഞാൻ ഇതിൽ ഒന്ന് ചെറുതായിട്ട് കോമ്പിനേഷൻ ആയതുകൊണ്ട് സ്പേസ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. Q0 Q1ലേക്ക് അറ്റ്ലീസ്റ്റ് 1 ബി, എ എത്ര വേണമെങ്കിലും പെർമിസിബിൾ ആണ്. ബിയും അറ്റ്ലീസ്റ്റ് ആണ്, അതുകൊണ്ട് ബിയും എത്ര വേണമെങ്കിലും ഇവിടെ വരാം. സെക്കൻഡ് തിങ് വന്നിട്ട് എക്സാക്ട്ലി 2 എസ്. എക്സാക്ട്ലി 2 എസ് എന്നുള്ള കണ്ടീഷൻ ഞാൻ ദാ ഇവിടെ വരയ്ക്കുന്നു. Q2 എ വരുമ്പോൾ Q3 Q4 എ വരുന്നു. ഇതാണ് ഫൈനല്. ഇനി ഒരു ട്രാപ്പ് കൂടെ വരയ്ക്കാം, കാരണം പിന്നെ എക്സാക്ട്ലി 2 എ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് അടുത്ത എ വന്നാൽ അത് പെർമിറ്റ് ചെയ്യുന്നില്ല. എല്ലാത്തിലും ബി എത്ര വേണമെങ്കിലും വരാവുന്നുള്ള കണ്ടീഷനാണ്. ബി എത്ര വേണമെങ്കിലും വരാം. ട്രാപ്പിൽ എയും ബിയും നമ്മൾ വരയ്ക്കുന്നു. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആണ് നമുക്ക് അടുത്തത് വരയ്ക്കേണ്ടത്. അപ്പം നമുക്ക് ഇതിൽ Q0 Q1 Q2 ഓരോന്നിന്റെയും കോമ്പിനേഷൻ നോക്കണം. സോ ഫസ്റ്റ് വൺ ഞാൻ വരയ്ക്കാൻ പോകുന്നു. Q0 ഇവിടെ നിന്ന് Q0 Q2 Q3 Q4 Q5ലേക്ക്. ട്രാപ്പ് ആയതുകൊണ്ട് ഞാൻ അതിനെ ഒരെണ്ണം വെച്ച് മാത്രം മെയിൻറ്റെയിൻ ചെയ്യും. സോ Q0 2 Q03 Q04 ആൻഡ് Q5 ട്രാപ്പ് ആയതുകൊണ്ട് ഒരെണ്ണം മതിയാകും. ഓക്കെ, Q5 ഇസ് ട്രാപ്പ്, അതുകൊണ്ട് ട്രാപ്പ്, Q ട്രാപ്പ് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. സെയിം വേ നെക്സ്റ്റ് വൺ വന്നിട്ട് Q12 Q13 Q14. ഇനി രണ്ടിന്റെയും കോമൺ ആയിട്ടുള്ള Q02 എന്ന് പറയുന്നതാണ് അപ്പം ഇനീഷ്യൽ സ്റ്റേറ്റ്. ക്വസ്റ്റ്യൻ ആൻഡ് ആയതുകൊണ്ട് രണ്ടിലെയും ഫൈനൽ സ്റ്റേറ്റിന്റെ കോമൺ ആയിരിക്കും ഇവിടെയും ഫൈനൽ സ്റ്റേറ്റ്. സോ ഇവിടുന്ന് 1ഉം ഇവിടുത്തെ 4ഉം. സോ Q14 ആണ് ഇവിടുത്തെ ഫൈനൽ സ്റ്റേറ്റ്. നമുക്ക് ഈ പറഞ്ഞതിൽ നിന്നും നമ്മുടെ ഇതിനെ നോക്കാം. അത് ട്രാൻസിഷൻസ് ഉണ്ടാവും. 0യിൽ നിന്ന് 1ലേക്ക് ബി ആണ്, 0യിൽ നിന്ന് 1ലേക്ക് ബി. അപ്പൊ 0-2യിൽ നിന്ന് 1-2യിലേക്ക് ബി വരയ്ക്കുന്നു. അപ്പൊ അത് എല്ലാത്തിലും നമുക്ക് വരയ്ക്കാം. എല്ലാത്തിലും ഈ ബി നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് 2ൽ നിന്ന് 3യിലേക്ക് എ ആണ്. 2ൽ നിന്ന് 3യിലേക്ക് സഫിക്സ് 2ൽ നിന്ന് 3യിലേക്ക് എ ആണ്. 2ൽ നിന്ന് 3യിലേക്ക് എ ആണ്. 3യിൽ നിന്ന് 4ലേക്ക് എ ആണ്. സോ 3യിൽ നിന്ന് 4ലേക്ക് എ, 3യിൽ നിന്ന് 4ലേക്ക്. റിപ്പീറ്റ്, നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ട്, 0-3യിൽ നിന്ന് 1-4ലേക്ക് ഇല്ല. ഈ 3യും 3യും ഏതെങ്കിലും ഒരെണ്ണം കോമൺ ആയിരിക്കണം. സഫിക്സ് കോമൺ ആയിട്ട് നിൽക്കുന്നിടത്തുനിന്നൂടെയാണ് നമ്മൾ വരയ്ക്കുന്നത്. അതായത് 3ന്ന് 4ലേക്ക്. അപ്പൊ 0-0യിൽ നിന്നാണ് നമ്മൾ വരയ്ക്കുന്നത്. 0-0 കോമൺ ആയിരിക്കണം. നെക്സ്റ്റ് വൺ വന്നിട്ട് Q4ൽ നിന്ന് എ വന്നാൽ ട്രാപ്പിലേക്ക്, Q4ൽ നിന്ന് എ വന്നാൽ ട്രാപ്പിലേക്ക്, 4ൽ നിന്നും എ വന്നാൽ ട്രാപ്പിലേക്ക് നമ്മൾ വരയ്ക്കുന്നു. Q5ൽ എന്തായാലും ട്രാപ്പിൽ എയും ബിയും നമുക്ക് മെൻഷൻ ചെയ്തേ മതിയാകുള്ളൂ. നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ട്രാൻസിഷനും ആയോ എന്നൊന്ന് നോക്കാം. 0-2ൽ ഈ സ്റ്റേറ്റിൽ എയും ബിയും വന്നു, ഇതിലും എയും ബിയും വന്നു, 4ലും എയും ബിയും വന്നു. ഈ Q12 13 14ൽ എ മാത്രം വന്നിട്ടുള്ളൂ. Q12ലെ ബി എവിടെയാണെന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 1, അതായത് 1ഉം 2ഉം കമ്പൈൻഡ് ആയിട്ടുള്ളത് ഇവിടെ 1ഉം ഇവിടെ 2ഉം കമ്പൈൻഡ് ആയിരിക്കുന്നതിൽ ബി സെൽഫ് ലൂപ്പ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ ബിയെ ഈ ലൂപ്പിൽ മെൻഷൻ ചെയ്യാം. ഐ തിങ്ക് ഇപ്പോൾ ഇത് ക്ലിയർ ആയി തോന്നുന്നു എങ്ങനെയാണെന്നുള്ളത്. സോ ഇതിലും ബിയെ നമുക്ക് മെൻഷൻ ചെയ്യാം. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് എടുത്ത് നോക്കാം. ഒരു സ്ട്രിംഗ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. All strings with at least 1 B and exactly 2 A's. അപ്പോൾ A, B, A ബേസ് ആയിട്ടുള്ള ഒരു സ്ട്രിംഗ്, അറ്റ്ലീസ്റ്റ് 1 B ആൻഡ് എക്സാക്ട്ലി 2 A's. A, B. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം A, B, A എൻ ചെയ്യുന്നുണ്ട്. ഇനി അറ്റ്ലീസ്റ്റ് 1 B. ഇനി നമുക്കൊരു ഇത് കഴിഞ്ഞിട്ട് ഒരു 5 B's വരുന്ന കണ്ടീഷൻ കൂടെ നോക്കാം. അതായത് A, B, A കഴിഞ്ഞ് 5 B. A, B, A കഴിഞ്ഞ് എത്ര B വന്നാൽ അത് ലൂപ്പിലാവും. സോ ഇതാണ് കറസ്പോണ്ട് നമ്മുടെ കമ്പൈൻഡ് ആയിട്ടുള്ളതിന് ഒരു DFA എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ ഇതുപോലെ തന്നെ ഒരു വലിയ DFA ആണ്. ഓൾ സ്ട്രിങ്സ് വിത്ത് എക്സാക്ട്ലി 2 A's ആൻഡ് മോർ ദാൻ 3 B's എന്നുള്ളത്. അപ്പം ഇതുപോലെ തന്നെ വരച്ച ഒരു ട്രാപ്പ് ഒക്കെ വരയ്ക്കാനുള്ളതാണ്. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.